കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി നഹി എന്ന് പറഞ്ഞാൽ നഹി. ഓടോ ഹേ ചെല്ലടാ ചെല്ലി. എന്റെ വല്ലിപ്പ അന്റെ വാപ്പാക്ക് എന്താ പണിന്നറിയോ? ആ നാടൻ പാണിക്കെന്താ കൂലിന്നറിയോ? ആ 300 റുപ്യ കുടുംബം പോറ്റാൻ അത് കൊണ്ട് തികയോ? ഈച്ചറിയില്ല. ആ വിചാരം എന്റെ മണ്ടിയിലുണ്ടോ? ആരാണ്? അംഗനവാടിയിലെ ടീച്ചറാണ്. എന്ത് പാടിയത്? അംഗനവാടി. അതിന് ഇവിടെ കുട്ടികളൊന്നുമില്ലല്ലോ. സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചിണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഇക്കടെ പേരൊന്ന് പറയാം. പേര് കോയാന്നാണ്. കോയക്കുട്ടി എന്നും പറയും. എത്ര വയസ്സായി? നിങ്ങള് പറഞ്ഞാലിപ്പോ റബീഉൽ അവ്വൽ 18-നാണ് എന്റെ ജനനം. വെള്ളിയാഴ്ചയാണ് തോന്നുന്നത്. അതല്ല ഇക്ക വർഷം അറിയണം. അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മുടെ ഊത്രാളിക്കാവ് പൂരം. പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് 10-13 ആൾക്കാർ അങ്ങോട്ട് മയ്യത്തായത് ഓർമ്മ ഉണ്ടോ എനിക്ക്? എന്നാ ഈ കുടുങ്ങി. എന്നാ വീട്ടും പേരൊന്ന് പറയാമോ? ആ വീട്ടുപേരൊക്കെ പറഞ്ഞ കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ. ഇത് ഞാൻ എപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ്. ആധാർ കാർഡ് ഒന്ന് തരുമോ? അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കളിയാക്കാനൊന്നും നിൽക്കരുത്. ഇക്കഞ്ഞത് വരെ മനസ്സിലായിട്ടില്ല. അതിലിരിക്കണ വെള്ളത്തലയാണ്. അരി വെച്ച മാതിരിയാണ് ഇക്ക് തോന്നാറ്. കണ്ണുമില്ല, മൂക്കുമില്ല, തലയില്ല. ആളാണോന്ന് തന്നെ സംശയമാണ് അതിലിരിക്കുന്നത്. ഓം ഇത് ഗ്യാസല്ല. ഓം കോടാമഞ്ഞിൻ താഴ്വാരയിൽ കടമ്പ് പൂക്കുമ്പോ. ഇത് പുള്ളി പൊരിച്ച പുള്ളിയാന്നല്ലോ. കേറുവോന്ന് സംശയമാണ്. എങ്ങനെയാലും കേറ്റാൻ നോക്ക് ഈ നാശത്തിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാളിന്റെ വലിപ്പം ഒന്ന് പറയാവോ? വലിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സ്വാമി, ഒരു 6 അടി പൊക്കമുണ്ട്. അതുപോലുള്ള ശരീരം. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുവോന്നറിയാനാ. പേരൊന്ന് പറഞ്ഞാട്ടെ. എന്റെ പേര് ദാസ്. ദാസ്. ചന്ദ്രദാസ്. ചന്ദ്രദാസ്. രാമചന്ദ്രദാസ്. അങ്ങനെ രാമചന്ദ്രദാസ്. കല്യാണ രാമചന്ദ്രദാസ്. കാളിദാസ കല്യാണ രാമചന്ദ്രദാസ്. പട്ടാഭി കാളിദാസ കല്യാണ രാമചന്ദ്രദാസ്. വാസുദേവ കാളിദാസ പട്ടാഭി കല്യാണ രാമചന്ദ്രദാസ്. ബ്രഹ്മശ്രീ. ബ്രഹ്മശ്രീ വാഴക്കയാ അവിടെ നിന്ന്. ഇയാൾ ആധാർ കാർഡ് ഞാൻ തന്നാ മതി, ഞാൻ എഴുതി എടുത്തോളാം. ആധാർ കാർഡ് നോക്കിയതാണോ? എന്നാ മടത്തി സുഖു വേണ്ടേ? ഇത്രേ ഉള്ളായിരുന്നു.